ഇത്രയ്ക്ക് അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി. ഇത് ഞാൻ തന്നെയാണ് ചിക്കൻ. എന്നെ അവർ കറി വെക്കാൻ പോവാം. ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവനാണ് മെയിൻ. ഉരുളൻകിഴങ്ങ്, അതായത് ഉരുളക്കിഴങ്ങ് എന്ന് നമ്മൾ പറയും. ആ സംഭവമാണ് മെയിൻ. ഇനി ഉരുളക്കിഴങ്ങ് കറിയിൽ എന്നെ ആഡ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാലും അറിയില്ല. എന്താവട്ടെ, എന്തായാലും നമ്മളൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറേച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ കടുക് ചേട്ടനെ എടുത്ത് അതിനകത്തോട്ട് ഇടുക. കറ പെറിയ ചെന്നം ഭിന്നം ഭിന്നം ടപ്പേ ടപ്പേന്ന് പറഞ്ഞത് പൊട്ടി തെറിക്കുന്നുണ്ട്. മോന്തയ്ക്ക് വീഴാണ്ട് സൂക്ഷിക്കുക. ആ സംഭവം പൊട്ടി തെറിച്ചതിന് ശേഷം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുക. അതായത് പെരുംജീരകം, ഗ്രാമ്പു, പട്ട, ഈ വക ഐറ്റംസൊക്കെ ചേർക്കുക. പിന്നെ കൂടെ കളർഫുള്ളിന് നമ്മുടെ വറ്റൽമുളകിന് ചേർക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പില ഇടുക. ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടുക. ഇഞ്ചി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞാൽ ഒരു കിണ്ടി കൊടുക്കാം. അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ തക്കാളി, നമ്മളെ തക്കാളിക്കുട്ടൻ, സവാള ചേച്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇവരെല്ലാവരെയും കൂടിയിട്ട് ഇളക്കി മറിച്ച് ഒരു പരിവാക്കണ്ട, ചെറിയതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കഥാനായകനെ എടുക്കുകയാണ് ഉരുളക്കിഴങ്ങ്. ചിക്കൻ സൈഡാണെങ്കിലും ഇവനാണല്ലോ മെയിൻ. അങ്ങനെ ഇവനെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട പൊടികൾ കാണണ്ടേ? ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ചിരുന്ന ചിക്കനാണ്, അതിനെയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് എല്ലാവരെയും കൂടെ വന്നിട്ട് ഒന്നിച്ചങ്ങോട്ട് കിണ്ടി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടികളെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അത് സത്യമായിരിക്കാം, ആകുമായിരിക്കും. എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചാണോ കൂടുതലാണോ എന്നറിയില്ല. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിയിലയും പുതിന ഇലയും കൂടെ അങ്ങ് കാടും പടലും ഇട്ടങ്ങ് ഇടുക. എന്നിട്ട് ഇതിനെയൊക്കെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വെച്ച് അടച്ച് വയ്ക്കാം. ചിക്കൻ ആയതുകൊണ്ട് അധികം വിസിലൊന്നും ആവശ്യമില്ല. 2 കൂടിപ്പോയാൽ ഒരു 3, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അപ്പോൾ വിസിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കറിയുടെ പേരാണ് കുക്കർ ചിക്കൻ.